റേഡിയോ മാംഗോൻ്റെ ഒരു ഷോയ്ക്ക് ഞാൻ ഇവിടെ വന്നു, നാട്ടിലെ താരം എന്ന് പറഞ്ഞിട്ട്. അന്ന് ഗസ്റ്റ് ലാലേട്ടൻ, എനിക്കറിയില്ല ലാലേട്ടനാണ് ഗസ്റ്റ് എന്നുള്ളത്. പക്ഷെ അന്ന് വൈകുന്നേരം അദ്ദേഹമാണ് വന്നത്. സോളോ വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇത്. ഈ സിനിമ കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കഴിഞ്ഞിട്ടോ അന്ന് സ്റ്റേജിലേക്ക് അദ്ദേഹം കയറി വന്നു, എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് കയ്യിലൊരു ഉമ്മ വന്നു. അത് ഞാൻ പറയണത് ഒരു 15-20 വർഷം മുമ്പുള്ള കഥ. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, വാ നമുക്ക് ഡിന്നർ കഴിക്കാം, നമുക്ക് ഒരുമിച്ച്. അന്നാണ് ഞങ്ങൾ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അടുത്ത് പെരുമാറുന്നതും സംസാരിക്കുന്നതൊക്കെ. അന്നപ്പോൾ എനിക്കന്ന് അദ്ദേഹത്തിനോട് അടുക്കാൻ കിട്ടിയത് ആ പ്രോഗ്രാമിലാണ്. അപ്പോൾ എൻ്റെ ഒരു ഫോർത്തെ ചിലപ്പോൾ സിനിമയിലല്ലായിരുന്നു ഞാൻ അടുത്തത്. ഈ സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹമായിട്ടുള്ള അടുപ്പം എനിക്ക് വന്നു. അന്ന് മുതലേ ഏകദേശം മിക്ക സമയത്ത് ഞങ്ങൾ കണക്റ്റഡാണ്. ഞാൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന പ്രോഗ്രാമിന് എൻ്റെ പ്രോഗ്രാം ഉണ്ടാവും. പക്ഷെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് പോയി കഴിഞ്ഞാലാണ് എൻ്റെ പ്രോഗ്രാം. ഞാനുണ്ടെന്ന് അറിഞ്ഞിട്ട് പുള്ളി അത്രയും തിരക്കിൽ അദ്ദേഹം ബാക്കിൽ വന്ന് എന്നോട് സംസാരിച്ചിട്ട് അങ്ങനെ ഒരു കൺസേൺ അദ്ദേഹം അന്ന് മുതലേ എന്നോട് കാണിച്ചിട്ടുണ്ട്. അത് വേറൊന്നും ഉണ്ടല്ല, എന്നെക്കാട്ടിലും വലിയ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയങ്ങളുണ്ട് അന്നും ഇന്നും. പക്ഷേ നമ്മളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് സംഗീതമായിരിക്കും നമ്മളെ ബന്ധപ്പെടുന്നത്. നമ്മൾ ജെനുവിനിറ്റിയും ഇതൊക്കെ നമ്മൾ അളക്കൂലോ. ഞാൻ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഒരു ക്യാരക്ടർ. അതെ, ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നതുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നൊരു കണക്ഷൻ എന്തെങ്കിലും ഉണ്ടാവണമായിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ 2 പ്രാവശ്യം സംസാരിച്ചു.